മക്കളെ, മുഴുവൻ മണക്കുന്ന ചൂടും ചോറിനൊപ്പം കഴിക്കുമ്പോൾ മനസ്സും വയറ് നിറയ്ക്കുന്ന ഒരു സൂപ്പർ വിഭവമാണ് നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ? ചെപ്പല പുളിസു. കട്ടിയുള്ള മസാലയുടെ രുചിയും പുളിയുള്ള കിടിലൻ രുചിയും മീനിന്റെ സോഫ്റ്റ് ടെക്സ്ചറും ഇതെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ അത്ഭുതകരമായ ഫ്ലേവർ ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും വേണമെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിപ്പോ. അപ്പോ സ്പൈസിയും ടേസ്റ്റിയുമായ ഒരു ഫിഷ് കറി തയ്യാറാക്കാൻ റെഡിയാണോ എല്ലാവരും? വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുതേ. ഇന്നത്തെ സൂപ്പർ ഹിറ്റ് റെസിപ്പി ചെപ്പല പുളിസു ആന്ധ്ര ഫിഷ് കറി. 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. മാംസമുള്ള ഏത് മീനും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇത് നല്ല മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ എടുത്തു വെക്കുക. ഈ മീൻകറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന കൂട്ടിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ആയിക്കതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. കരിഞ്ഞു പോകരുത്. ഒന്ന് ജസ്റ്റ് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇത് ചൂടായി കഴിഞ്ഞ ശേഷം മിക്സിയിലിട്ട് അടിച്ച് മാറ്റി വയ്ക്കണം. ഇനി മീൻകറി ഉണ്ടാക്കാനുള്ള ചട്ടി അങ്ങാടി ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവുന്നത് വരെ ഇളക്കുക. അതിലേക്ക് 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വേപ്പില, ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഏകദേശം നമ്മുടെ സവാള ഒന്ന് വാടി ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, പച്ചമണം മാറുന്നത് വരെ. 2 മീഡിയം സൈസ് തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. അത് എണ്ണ തെളിയണത് വരെ നന്നായി വഴറ്റിയെടുക്കാം. നെല്ലിക്ക വലിപ്പമുള്ള വാളംപുളി എടുത്ത് വെള്ളത്തിൽ അലിയിപ്പിച്ച് 1 കപ്പ് നമ്മൾ ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടാറിയ വെള്ളം ഒഴിക്കുന്നു. അത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീന് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നു. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടില്ലേ, അത് 4 ടീസ്പൂൺ ആഡ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ കറക്കി കൊടുക്കുക. മാക്സിമം കയ്യിലുകൾ യൂസ് ചെയ്യരുത്, ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. മീൻകറി എപ്പോഴും ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെപ്പല പുളിസു ഇവിടെ റെഡിയാണ്. ഇത് എല്ലാ മീൻകറിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത്. അതുപോലെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് പറ, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. താങ്ക്